ഡ്യൂട്ടി സമയത്ത് ഇടത് സംഘടന കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയന്റെ സമ്മേളനം. നൂറുകണക്കിന് ജീവനക്കാരാണ് ഹാജർ രേഖപ്പെടുത്തിയ ശേഷം സമ്മേളനത്തിനെത്തിയത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ദൈനംദിന പ്രവർത്തനത്തെ ബാധിക്കാതെ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് അനുവാദം നൽകിയതെന്നാണ് രജിസ്ട്രാറുടെ വിശദീകരണം. ആദിൽ പാലോട് നമുക്കൊപ്പം. ആദിൽ പാലോട്, ഡ്യൂട്ടി സമയത്ത് പോയിട്ടും ഇവർക്കെതിരെ നടപടിയൊന്നുമില്ലേ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞങ്ങൾ യൂണിവേഴ്സിറ്റി ഈ ഉത്തരവ് കണ്ടതോടെ, ഈ നിർദ്ദേശം കണ്ടതോടെ യൂണിവേഴ്സിറ്റിക്കുള്ളിൽ കടന്ന് അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തുകയും അവിടുത്തെ കാഴ്ചകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർക്ക് കാണാം, ആളൊഴിഞ്ഞ കസേരകളാണ് യൂണിവേഴ്സിറ്റിക്കുള്ളിലുള്ളത്. ദൈനംദിന പ്രവർത്തനത്തെ മുടക്കാത്ത രൂപത്തിൽ സമ്മേളനത്തിന് പോകാം എന്ന് പറയാൻ എങ്ങനെ രജിസ്ട്രാർക്ക് കഴിയും എന്ന ചോദ്യമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഡ്യൂട്ടിക്ക് കയറേണ്ട, നികുതി പണം ശമ്പളമായി വാങ്ങുന്ന ഉദ്യോഗസ്ഥർ അവരുടെ ഇഷ്ടത്തിന് ഇടത് സംഘടനാ നേതാക്കൾ സമ്മേളനത്തിന് എങ്ങനെ പോകും എന്ന ചോദ്യമുണ്ട്. കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയന്റെ സമ്മേളനമായിരുന്നു ഇന്ന്. അത് എ കെ ജി ഹാളിലാണ് നടന്നത്. യൂണിവേഴ്സിറ്റിയിൽ നിന്നും നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. എന്നാൽ നൂറുകണക്കിന് അവിടുത്തെ ജീവനക്കാർ, ഈ യൂണിയനിലെ അംഗങ്ങൾ അവിടെ എത്തുന്നതായിരുന്നു കാഴ്ച. രാവിലെ അവിടെ എത്തി ഹാജർ ഒപ്പിട്ടതിന് ശേഷം, അവിടെ എത്തിയെന്ന് കാണിച്ചതിന് ശേഷമാണ് ഈ സമ്മേളനത്തിലേക്ക് എത്തിയത്. ഇതെങ്ങനെ കഴിയുമെന്ന ചോദ്യം അപ്പോഴും നിലനിൽക്കുകയാണ്. നമ്മൾ രജിസ്ട്രാറുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു. രജിസ്ട്രാർ പറയുന്നത് സാധാരണ എല്ലാ സംഘടനകൾക്കും സമ്മേളനത്തിന് വർഷത്തിലൊരിക്കൽ ഇങ്ങനെ അനുവാദം നൽകാറുണ്ട്. അതൊരു കീഴ്വഴക്കമാണ്. ചട്ടത്തിലോ ആക്ടിലോ അങ്ങനെ ഒരു നിർദ്ദേശമോ നിബന്ധനയോ നിയമമോ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആനുകൂല്യം നിയമം നൽകുന്നില്ല. പക്ഷേ കീഴ്വഴക്കം എന്ന നിലയിൽ എല്ലാ വർഷവും അങ്ങനെ കൊടുക്കാൻ എങ്ങനെ കഴിയും എന്ന ചോദ്യമാണ് സാധാരണ ജനങ്ങൾ. നമ്മളവിടെ യൂണിവേഴ്സിറ്റിയിൽ ചെന്നിരുന്നു. പല ഓഫീസുകളും അടച്ചു പൂട്ടിയിട്ടിരിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ പകർത്തുകയും ചെയ്തു. മൊബൈൽ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ വിധത്തിൽ ആളൊഴിഞ്ഞ കസേരകൾ, ഫാൻ മാത്രം കറങ്ങുകയാണ്, കസേരകളിൽ ആളില്ലാതിരിക്കുന്നു. ഇതെങ്ങനെയാണ് കഴിയുക? സർക്കാർ സ്ഥാപനമാണ് യൂണിവേഴ്സിറ്റി എന്ന കാര്യത്തിൽ ഹാജർ രേഖപ്പെടുത്തി സമ്മേളനത്തിന് പോയാൽ ആ ഹാജരിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട ജോലി ആര് ചെയ്യും? അങ്ങനെ ജോലി ചെയ്യാതെ പോകാനാണോ അനുമതി നൽകിയത് എന്നതും രജിസ്ട്രാർ വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് ആ ദൃശ്യങ്ങൾ, ആളൊഴിഞ്ഞ കസേരകൾ. ഒരു മനുഷ്യല്ല അല്ലേ? മൊത്തത്തിൽ ആണോ? ശരി. യൂണിവേഴ്സിറ്റിയിലെ ഒരു ഓഫീസ് മുറിയാണിത്. ഇതിനകത്ത് ഒരു ജീവനക്കാരനുമില്ല എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ഷിജു ഖാൻ സാറിന്റെ എവിടെയാ? ഷിജു ഖാൻ സാറിന്റെ ഓഫീസ് ചേച്ചി സമ്മേളനത്തിലില്ല. ഒരു മനുഷ്യല്ല അല്ലേ? മൊത്തത്തിൽ ഇതും ജനം കാണട്ടെ.